ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു എഗ് ബൈറ്റ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ എഗ് ബൈറ്റ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഏതെണ്ണ ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അതായത് ഇതുപോലെ ഒരു കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതായത് മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതായത് ഒരുപാട് സമയം എന്നിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടിക്കോളും. കുട്ടികളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പം പ്രത്യേകിച്ച് ഒരു സ്നാക്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഈസിയായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 1 മിനിറ്റോളം സവാളയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതായത് മീഡിയം സൈസിൽ നിന്ന് അല്പം കൂടി ചെറുതാണ് കേട്ടോ, ഒരു ചെറിയ ക്യാരറ്റാണ്. അപ്പോൾ അത് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കാവുന്നേ ഉള്ളൂ. ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. ഒരു ചെറിയൊരു പീസ് അളവിൽ ക്യാപ്സിക്കം എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. നമ്മുടെ എഗ് ബൈറ്റ്സിലേക്ക് ക്യാപ്സിക്കം ചേർക്കുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു പച്ചമുളകും കൂടി. അതായത് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒരല്പം എരിവിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ ആ പച്ചമുളക് കുട്ടികൾ കടിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു പച്ചമുളകും കൂടി. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മുടെ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രം. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വഴണ്ടി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കാം. പിന്നെ വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് പിന്നീട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് തണുത്തിട്ട് വരട്ടെ. നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ടയും കൂടിയാണ്. അത്യാവശ്യം വലിയ മുട്ടയിൽ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഏത് മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് കോഴിമുട്ടയാണെന്നുണ്ടെങ്കിലും താറാമുട്ടയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏതായാലും പ്രശ്നമൊന്നുമില്ല. മുട്ടയ്ക്കൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എഗ് ബൈറ്റ്സിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. ആ മല്ലിയുടെ ടേസ്റ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വളരെ കുറച്ച് മാത്രം മല്ലിയിലയും കൂടെ ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
നമ്മുടെ ഈ മസാലക്കൂട്ടും മുട്ടയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ മുട്ടയെല്ലാം ഒന്ന് ബീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലേക്കാണ്. നമ്മുടെ ഉണ്ണിയപ്പം ചട്ടിയൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. അതായത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എണ്ണയൊക്കെ ഇത് വലിച്ചെടുക്കും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ എണ്ണ ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശക്കല്ലിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടിയിട്ട് അങ്ങനെ ചുട്ടെടുക്കില്ലേ, അതുപോലെ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ വളരെ കുറച്ച് മാത്രം എണ്ണ ചേർക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഉണ്ണിയപ്പം ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരല്പമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ ഉണ്ണിയപ്പം ചട്ടി തന്നെ തയ്യാറാക്കി എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. സാധാരണ വേറെ ഏത് പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്താലും കുഴപ്പമില്ല. നമ്മുടെ മുട്ടയുടെ ബാറ്ററിയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട അതിൻ്റെ പേരിൽ തന്നെ ഒരു സൈഡ് പെട്ടെന്ന് കളറ് മാറിപ്പോവും. അതിൻ്റെ പേരിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു സ്പാച്ചില വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കളയരുത്, എങ്കിൽ പിന്നെ അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ഇപ്പോഴും ബാക്കി അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും അധികം എണ്ണയൊന്നും പിടിക്കാതെ തന്നെ നമുക്കിത് കിട്ടിക്കോളും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതായത് നമ്മൾ എന്ത് സംഭവം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഫ്ലെയിം കുറച്ചിങ്ങനെ കൂട്ടി വെക്കണം. കൂട്ടി വെച്ചതിന് ശേഷം നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിനുള്ളിലുള്ള എന്തെങ്കിലും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് പോയിക്കോളും. ഇനി ഞാൻ ഇതിലേക്ക് കൂടുതൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ എഗ് ബൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിത് വെറുതെയും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തിൻ്റെയും കൂടെ വെച്ചിട്ട് സൈഡായിട്ടും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.